ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. മുസ്ലിം സംഘടനകളൊക്കെ ഇപ്പോഴും പ്രാചീന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. കാരണം ഇത്തരത്തിൽ യോഗയ്ക്കെതിരെയും സൂംബ ഡാൻസിനെതിരെയൊക്കെ അവർ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നതിലൂടെ അവർ ഒരു 50 വർഷം പിറകിലേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. എന്ത് തോന്നുന്നു? ഈ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകമായി ഉണ്ടാകുന്നൊരു രീതിയാണ് എന്ത് വന്നാലും അതിനെ ചർച്ചയാക്കി ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി വിവാദമാക്കി ആ സിസ്റ്റത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളത്. കേരളത്തിലെ സർക്കാർ ലഹരി വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കണം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ സ്കൂളുകളിൽ നടത്തണം എന്നുള്ളൊരു സജഷൻ വെക്കുന്നത്. സർക്കാരിൻ്റെ ആ നിർദ്ദേശം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നു. ഇത് സർക്കാർ അഭിപ്രായം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഗവൺമെൻറ് ഇത് തീരുമാനിക്കുമ്പോൾ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിൽ സൂംബ ഡാൻസ് സ്കൂളുകളിൽ അവതരിപ്പിക്കാം എന്ന് സർക്കാർ ഒരു പദ്ധതിയുമായി വരുന്നത് എന്നുള്ളത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത്. സർക്കാർ അതിന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണം ലഹരി വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഏത് വിഷയവും സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് അത് കായിക വിനോദത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും സാംസ്കാരിക വിനോദത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇനി അത് മാനസികോല്ലാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ വന്നു, എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് കൂടി കണക്കാക്കാനും അത് ചർച്ച ചെയ്യാനും സർക്കാർ തയ്യാറാകണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ തരത്തിൽ ഒരു സിസ്റ്റം സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് കൊണ്ടുവരികയും അതൊരു നിർബന്ധിത സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്താൽ അത് ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമായും സമൂഹത്തിൽ. ഇവിടുത്തെ പ്രശ്നം അത് കുറച്ചുകൂടി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടി വരുന്നു എന്നുള്ളതാണ്. അതിലുപയോഗിക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ച്, അതിൽ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല ഉപയോഗിക്കുന്ന രീതിയെ സംബന്ധിച്ച് ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ ചർച്ച ചെയ്യുക എന്നുള്ളത് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് സമൂഹത്തിൽ. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. എത്രയോ കാലഘട്ടങ്ങളിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, അത് UDFൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും LDF ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സർക്കാരുകൾ തീരുമാനങ്ങൾ പിൻവലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ സ്കൂളുകളിൽ യോഗ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയും UN അംഗീകരിക്കുകയും യോഗാ ദിനം ലോകരാജ്യങ്ങൾ നടപ്പാക്കുകയും അത് സ്കൂളുകളിൽ മാത്രമല്ല ജോലി സ്ഥലങ്ങളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും മറ്റ് കായിക വിനോദത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഹെൽത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ലോകത്തിലെ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കായിക പദ്ധതി അല്ലെങ്കിൽ മാനസികോല്ലാസം നൽകുന്ന മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതിയായിട്ടാണ് യോഗയെ എല്ലാവരും കാണുന്നത്. അതാണത് പ്രചരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ 21-ന് എല്ലാ രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതുമാത്രമല്ല ഈ യോഗയെക്കുറിച്ച് പോലും ഇത്തരത്തിൽ സംഘടനകൾ പറഞ്ഞിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് യോഗ ചെയ്യേണ്ടെന്ന് മുസ്ലിം സംഘടനകൾ അന്നും പറഞ്ഞിരുന്നു. ഇവിടെ കേരളത്തിൽ അത് ചർച്ചയുണ്ടായപ്പോൾ ഈ സർക്കാർ തന്നെയാണ് അത് നിർബന്ധിച്ച് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, യോഗ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, യോഗ ചെയ്യുന്നതിന് ഈ സർക്കാർ ഞങ്ങൾക്ക് പൂർണ്ണമായ സമ്മതമല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ യോഗ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് ആദ്യം പറഞ്ഞവരാണ് കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പല പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമുള്ള ആളുകളും യോഗക്കെതിരെ നിലപാട് സ്വീകരിച്ചവരാണ്. പിന്നീട് അത് അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യോഗ എന്നുള്ളത് ഒരു വിഷയം എന്നുള്ളത് മാത്രമല്ല, സ്കൂൾ വിദ്യാർത്ഥികളുടെ കായിക മാനസിക ഉല്ലാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിനോദത്തിന്, അതിപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സൂംബ ഡാൻസ് വിവാദമാകുന്നത് ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്നാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവാദം ഉയർത്തുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ സമൂഹത്തിൽ ഒരു പൊതു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചർച്ച ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പുരോഗമനാത്മക സമൂഹത്തിന് യോജിച്ചതാണോ എന്നുള്ളത് ആ സമൂഹങ്ങൾ ആലോചിക്കണ്ടേ, സംഘടനകൾ ആലോചിക്കണ്ടേ. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എത്രയോ കാലം പുറകോട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുപോകുന്നത്.
സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അത് വിദ്യാർത്ഥികൾ ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അത് ഏറ്റെടുക്കുന്നു. അവർ അതിൻ്റെ ഭാഗമായി അവരുടെ സ്കൂൾ വേഷത്തിലാണെങ്കിലും ഇനി അതല്ല അവർ ഉപയോഗിക്കുന്ന അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേഷത്തിലാണെങ്കിലും അവർ അതിൽ പരിശീലിക്കാനും അത് നടപ്പാക്കാനും അതിൻ്റെ ഭാഗമായി മാറാനും തയ്യാറാക്കുന്നു. അപ്പോൾ യുവാക്കളുടെ ഒരു സമൂഹം, വിദ്യാർത്ഥികളുടെ ഒരു സമൂഹം, ഒരു വലിയ വിഭാഗം അതിനനുകൂലമായി നിൽക്കുമ്പോൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സംഘടനകൾ തങ്ങൾ പറയുന്ന നിലപാടിലും തങ്ങൾ പറയുന്ന രീതിയിലും വേഷവും വിധാനവും ഉണ്ടാകണം എന്ന് കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നമ്മൾ കാണുന്നത് ചില തീവ്രവാദ സംഘടനകൾക്ക് സ്വാധീനമുള്ള താലിബാൻ പോലെയുള്ള സംഘടനകൾ ഭരണം നടത്തുന്ന അവരുടെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് കാണേണ്ടതുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫത്വ പുറപ്പെടുവിക്കുക, ചില നിലപാടുകൾ പ്രഖ്യാപിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അല്ലാത്തതിനെല്ലാം ഞങ്ങൾ എതിർക്കുമെന്ന് പറയുക, നിഷേധിക്കുക, അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുക. ഈ തരത്തിൽ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും ആളുകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ പെരുമാറ്റത്തിലേക്ക്, അവരുടെ ജീവിത രീതിയിലേക്ക്, അവരുടെ മാനസിക ഉല്ലാസത്തിലേക്ക്, അവരുടെ കായിക വിനോദത്തിലേക്കെല്ലാം കൊണ്ടുവരുന്ന പദ്ധതികളെ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കൂടി അനുവാദത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന പദ്ധതികളെ പൂർണ്ണമായി എതിർക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിന് ഗുണകരമാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എന്തെങ്കിലും അടിസ്ഥാനം ഇതിനുണ്ടോ? ഞങ്ങൾ അതിനെതിരാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം അതിനെതിരാണ്. എന്താണ് എതിർപ്പുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം? അപ്പം നമ്മുടെ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള വേഷം ധരിക്കാനും ഏത് തരത്തിൽ ആളുകൾക്ക് സമൂഹത്തിൽ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി ഉണ്ട്, നമ്മുടെ സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്, അതിനെയെല്ലാം അംഗീകരിക്കുന്ന സമൂഹവുമാണ്. പക്ഷേ ആ സമൂഹത്തിലേക്ക് ഒരു വേർതിരിവ്, അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും ഇനി അതല്ല തിരിച്ച് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു നിർബന്ധിത ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ, ചിന്തിപ്പിക്കാൻ, ചർച്ച ചെയ്യാൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ, സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കാൻ, സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ, ഇതൊരു സമ്മർദ്ദതന്ത്രമാണ്. സർക്കാരിനെ കൊണ്ട് മാറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിൻ്റെ സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമാണിത്. ആ സമ്മർദ്ദതന്ത്രം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സർക്കാരിൽ ഉള്ള പല നേതാക്കന്മാരും ആളുകളും അതിന് വശംവദരാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലൊരു ചർച്ച കൊണ്ടുവന്നാൽ അത് പിന്നീട് പരിഗണിക്കാം, പിന്നീട് പരിഹരിക്കാം, പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളൊരു നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ സർക്കാർ ഇപ്പം അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ തരത്തിലുള്ള പല സംഘടനകളോടും അവരുടേതായിട്ടുള്ള ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ആ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ചില നിലപാടുകളോട് തങ്ങളുടേതായിട്ടുള്ള സർക്കാരിൻ്റെ അനുഭാവമുണ്ട്, അത് നടപ്പാക്കുന്നതിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഓഫർ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നത്. ഈ ചർച്ച കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അങ്ങ് സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലൊരു വേർതിരിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ വേർതിരിവ് നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യും, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം. അത് വേഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നടപ്പാക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് വിദ്യാർത്ഥികൾ അംഗീകരിച്ചിട്ടുള്ളൊരു പദ്ധതിയെ അല്ലെങ്കിൽ അവർ നടപ്പാക്കണമെന്ന് അവർ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് അവർ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോ ഏതെങ്കിലും അധ്യാപക സംഘടനകളോ ഇനി അതല്ല തിരിച്ച് മറ്റേതെങ്കിലും പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉള്ള എല്ലാ സ്കൂളുകളും പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടല്ലോ, PTA സംവിധാനമുണ്ട്. അപ്പോൾ ഏതെങ്കിലും PTA അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് വന്നതായി നമുക്കറിയില്ല. അപ്പോൾ സമൂഹത്തിൽ ഒരു ചർച്ചയുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വേഷത്തിൻ്റെ ഒരു വിഭജനം കൊണ്ടുവന്നുകൊണ്ട് ഒരു വിഭാഗീയത കൊണ്ടുവന്നുകൊണ്ട് ഈ വേഷം ഞങ്ങൾ അംഗീകരിക്കില്ല അല്ലെങ്കിൽ ഈ രീതി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് പ്രത്യേകിച്ച് അത് ലഹരി കുറയ്ക്കുമോ, അത് ലഹരി കുറയ്ക്കുന്നതിൻ്റെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് ഇത് ഗുണകരമാകുമോ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. അതൊക്കെ സമൂഹം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, അംഗീകരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇത് ഒരു ഗുണകരമായിട്ടുള്ള ഒരു സൂചനയല്ല നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.